ചന്ദ്രൻ കൊല്ലപ്പെട്ട ദിവസം, അതായത് 1989 ഒക്ടോബർ 26 നിങ്ങളുടെ പേരിലുള്ള ഫ്രാൻസിസ് എന്ന ബോട്ട് കടലിൽ പോയിരുന്നു. ആ നിൽക്കുന്ന സുലൈമാൻ നിങ്ങളോടൊപ്പം ബോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രനെ സുലൈമാൻ കൊല്ലുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ബോട്ടിൽ നിന്നും ആ ബോഡി കടലിലേക്ക് കളയാൻ നിങ്ങൾ കൂട്ടുവന്നിട്ടുണ്ട്. സാറേ, കടലിൽ പോയത് സുലൈമാൻ കൂടെ ഉണ്ടായിരുന്നു സത്യം തന്നെ. എന്നാലും ഞങ്ങൾ പോയത് വല എറിയാനാണ്. My lord, witness turning hostile. But my lord, I don't have any further questions. സാറേ, ഞങ്ങൾ മുക്കുവരെ മീൻ പിടിക്കാൻ പോണ ഒരു ബുക്കുണ്ട്. സാറിന് പരിശോധിച്ചറിയാം. ഈ നിൽക്കണ സുലൈമാൻ്റെ കൂടെ മീൻ വലിക്കാൻ പറഞ്ഞവരാരേനാണ്. എനിക്ക് എൻ്റെ അമീറിനെ കാണണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തിക്കൊള്ളുന്നു. എവിടെ നീ പോക്കൃത്തരം കാണിക്കില്ലേ? ആര് ചോദിച്ചാ കുഞ്ഞിന്റെ ഉപ്പേറെ എവിടെ കൊണ്ട് മാമസം നോക്കിയത്? എന്റെ സൗരയുടെ കൊച്ചാടാ പോകും. അവൻ എങ്ങനെ വളർത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ മതി. നീ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞാൻ ഈ താഴെ കൂടെ പോയാടാ കളക്ടർ വീട്ടില്. അന്ന് ഇവരെ അകത്തേക്ക് സൽക്കരിച്ച് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ നാട് നിന്നെ ഒറ്റിയത്? നിന്റെ വിശ്വാസം മാറാൻ ഞാൻ നിന്റെ കൂടി പറഞ്ഞിട്ടുണ്ടോ? നമുക്കിവനെ നമ്മുടെ അമീറായിട്ട് വളർത്താൻ നിനക്ക് അവരുടെയൊക്കെ സമ്മതം ആവശ്യമുണ്ടോ? അന്നപ്പം വിട്ടടാവന്മാരുടെ കൂട്ട്, പിന്നെ നമ്മുടെ തുറക്കാർക്ക് വേണ്ടി അപ്പം നിന്നിട്ടുള്ളൂ. നീയല്ലോടെ പറഞ്ഞ കാർഗോ മൂവ് ആകുന്നുണ്ടെന്ന്. എന്നിട്ട് എവിടാ സാറേ, ഞാൻ പറയണമെന്ന് നമ്പ്. സുലൈമാന്റെ ആൾക്കാരെ സാധനം കടത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കപ്പൽ ഈ സമയം വരെ ഇവിടെ കിടക്കൂല. എവിടെ? വെറുതെ സമയം മെനക്കെടുത്തരുത്. എന്നിട്ട് പിന്നെ എന്താണോ ഒന്ന് കാണാത്ത? Eagle calling base. Please proceed. No information wrong here. There's no movement visible in the sea.
വെയിറ്റ് കൂടിയോണ്ട് തുറന്നാണ് അലിക്ക. അമിത, നാട്ടിലെ ശമ്പളമൊക്കെ നിങ്ങൾ ടി വിയിൽ കാണണല്ലേ അലീക്ക? ഏത് സമയത്താണ് നമ്മുടെ ആൾക്കാർക്ക് ആവശ്യം വരുമെന്ന് പറയാൻ പറ്റൂല. നിങ്ങളുടെ പള്ളിക്കകത്തേക്ക് മാറ്റി ഒളിപ്പിച്ചാൽ മതിയെന്നേ, ആരും പിടിക്കൂല. ഞാൻ ബുക്കായിട്ട് സംസാരിച്ചാണല്ലോ. അപ്പൊ നീ പറയേണ്ടത് നിസ്കരിക്കാൻ പറഞ്ഞവരെ നമ്മൾ നീ തോക്ക് പിടിക്കാൻ കൂടി പഠിപ്പിക്കണം അല്ലേ? അങ്ങനെ കൂടി കൂട്ടിക്കോ അലീക്ക. എങ്കിൽ ഷാവിലെ നീ ഇതുകൂടി കേളും. ഇവിടെ നിന്ന് യവനയിൽ ഒരുത്തൻ തോക്കെടുത്ത ആദ്യത്തുണ്ട നിന്റെ മണ്ടയ്ക്കായിരിക്കണം. അമിത, ഇതാരും കാണാൻ നിങ്ങൾ നിന്ന് കുഴിച്ചിടണം. കടലിൽ തല ഇവിടുത്തെ പിള്ളേരെ വീണ്ടും പൊക്കിയെടുക്കും. ഇനി പറഞ്ഞേക്ക ഒരു ഭാഗവും ഇല്ല. കാണിത്തുറയിൽ JCB കൊണ്ടുവന്ന തീരങ്ങൾ മൊത്തത്തിൽ മാന്തി പൊളിക്കുകയാണ്. നാട്ടുകാരെ അടുപ്പിക്കാതെ പോലീസും കൂട്ടിനുണ്ട്. ഒരു വലിയ തിര വന്നാൽ കൂരകളെല്ലാം വെള്ളത്തിലാകും. എന്തേലും വെക്കം ചെയ്യണം നിങ്ങൾ. കട്ടെടുത്ത് മാറ്റിണ്ട. തിരിച്ചു പോകാൻ പാലം വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുത്ത മണൽ തിരിച്ചിട്ട് കൊടുക്കണം. ഹൈവേ പ്രോജക്റ്റിന് വേണ്ടിയാണ്. MLA പെർമിഷൻ ഉണ്ട്. സർക്കാർ ഓർഡറാണ് സുലൈമാനെ. സാറിനോട് ഞാൻ പണ്ടേ പറഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. തുറക്കാരും മൊത്തം വെള്ളത്തിലാക്കിയിട്ട് ഇങ്ങനെ റോഡ് ആരും ഉണ്ടാക്കണ്ട.